നമസ്കാരം, ഞാൻ വിജയമോഹൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് XUV300 ഓണേഴ്സ് റിവ്യൂ ആണ്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അനൂപ്. ഒരു ഹായ് പറയല്ലേ. എന്നിട്ട് നമ്മൾ വിശേഷങ്ങളിലോട്ട് കടക്കും. നമ്മളിന്ന് ഇരിക്കുന്നത് ഡീസൽ W8 മോഡലാണ് XUV300. അളിയ, എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുക്കാൻ വേണ്ടിയുള്ള കാര്യം? എന്തുകൊണ്ട് XUV? ഈ സെഗ്മെന്റിൽ ഏറ്റവും പവർ ഉള്ള ഒരു വണ്ടി ഇതാണ്. പവർ ടോർക്ക് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി മറ്റ് സെഗ്മെന്റിനേക്കാളും നല്ലൊരു ഇതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന തൊട്ട് നമ്മുടെ സേഫ്റ്റിയിൽ നമ്പർ 1 ആണ്. ഇപ്പൊ 5 വന്നപ്പോഴാണ് അതിനൊരു മാറ്റം വന്നത്. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ മറ്റു വണ്ടികൾ നോക്കിയപ്പോ എനിക്കിത് കുറച്ചുകൂടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്തത് ഞാൻ ഇത് ഫോർഡിന്റെ എക്കോസ്പോർട്ട് ചെയ്തുമായിരുന്നു. എനിക്കൊരു കൺഫ്യൂഷൻ ആയിട്ട് നിന്നു. ഫോർഡ് പൂട്ടി, ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല ഇനി എടുക്കാൻ പോകുന്നവരാണെങ്കിൽ. പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും വണ്ടി പവറും സംഭവങ്ങളും എല്ലാം ഇതാണെങ്കിലും സ്റ്റെബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫോർഡാണോ? അല്ലല്ലേ, പക്ഷെ നമ്മളെ വീൽ ബേസ് വിഡ്ത്ത് ലോവസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതൽ ഇതിനല്ലേ വരേണ്ടത്. വീൽ ബേസ് കൂടുമ്പോഴാണ് സ്റ്റെബിലിറ്റി കൂടുന്നത്. ഹൈറ്റ് കൂടുമ്പോഴത്തേക്ക് സ്റ്റെബിലിറ്റി കുറയല്ലേ ചെയ്യുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ശരിക്കും ഇപ്പൊ നെക്സോൺ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മള് അൺസ്റ്റേബിൾ ആണെന്ന് തോന്നത്തില്ല. വീണല്ലാതെ ആണ്. നെക്സോണിന്റെ ഷേപ്പാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെടാഞ്ഞത്. എനിക്കും അത് തന്നെയായിരുന്നു. ഓക്കെ, പിന്നെ ഇതിന് മൈലേജ് ഒക്കെ എന്താ കിട്ടുന്നുണ്ടല്ലേ? മൈലേജ് കമ്പനി 20 ആണ് പറയുന്നെങ്കിലും എനിക്ക് ഹൈവേയിലൊക്കെ എനിക്ക് 19 ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാതെ നമ്മുടെ നോർമൽ ഓട്ടത്തില് എന്റെ കുറച്ച് വളവും തിരിവുള്ള റോഡാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു 15 കിട്ടുന്നുണ്ട്. ഓക്കെ, എന്നാലും ഡീസൽ എന്തുകൊണ്ട് പെട്രോളിലോട്ട് പോയില്ല? പെട്രോൾ എനിക്ക് നല്ല ഓട്ടം ഉണ്ട്. ഇപ്പൊ 32,000 കിലോമീറ്റർ. ഒരു കൊല്ലം കൊണ്ട് 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? ഏറ്റവും കൂടുതൽ ലോങ് പോയിട്ടുള്ള എവിടെ ആയിരുന്നു? ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന മുന്നേ കർണാടകയിലായിരുന്നു. ശരി. അപ്പൊ അവിടുന്ന് ഒരു കുറച്ച് തവണ പോയി വരികയൊക്കെ ചെയ്തു. അന്നേരം കംഫോർട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കംഫോർട്ടൊക്കെ നല്ല കംഫർട്ടാണ്. പിന്നെ നമുക്കൊരു യാത്ര ക്ഷീണം അറിയത്തേ ഇല്ല. പിന്നെ റിയർ AC വെന്റിന്റെ ഒരു കുറവ് ആരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്? റിയർ AC വെന്റിന്റെ ഒരു കുറവുണ്ട്. ശരിക്കും പറഞ്ഞാല് നമ്മൾ ബാക്കിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ റോഡിൽ ഹൈവേയിലൊന്നും പ്രശ്നമില്ല. ഹിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇരിക്കുന്ന ഒരു വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലാണ് മറ്റു വണ്ടികളെ അപേക്ഷിച്ച്. ആണല്ലേ? ഓക്കെ. അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അത് ഹിൽ സ്റ്റേഷനിൽ പോകുമ്പോഴേ ഉള്ളൂ. ആണല്ലേ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ശരി. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോരായ്മയായിട്ട് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് തോന്നുന്നത്? എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതിന്റെ സെൻസർ ഉണ്ടല്ലോ, ഫ്രണ്ട് സെൻസറിന് ചെറിയ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചില സമയത്ത് ഇത് വർക്ക് ചെയ്യില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് ഫ്രണ്ട് സെൻസർ. ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി കുറവാണ്. ഒരുപാട് പേരും കംപ്ലൈന്റ് പറയുന്ന ഒരു സംഭവമാണ് സെൻസറിന്റെ. വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇത്രയായിട്ടും എനിക്ക് ഇതുവരെ വേറെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. വേറെ ആർക്കെങ്കിലും വണ്ടി റെക്കമെൻഡ് ചെയ്യുമോ? വണ്ടി റെക്കമെൻഡ് ചെയ്യാനാണെങ്കിൽ നല്ല വണ്ടിയാണ്. ഇപ്പൊ ഒരു പുതിയ വണ്ടി എടുക്കുവാണെങ്കിൽ ഏത് വണ്ടി എടുക്കും? ഇപ്പൊ എടുക്കുവാണെങ്കിലും എന്റെ അങ്ങനെ ഈ ഒരു റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കും അല്ലേ? പിന്നീട് XUV700 ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. 700 ഇറങ്ങിട്ടുണ്ട്. പക്ഷെ അതിന്റെ സെഗ്മെന്റ് രണ്ടല്ലേ? പ്രൈസ് റേഞ്ചും വ്യത്യാസമല്ലേ? ആണ്. പിന്നീട് അടുത്തത് പറയാൻ വേണ്ടിയുള്ളത്, വേറെ കംപ്ലൈന്റുകളൊന്നും വന്നിട്ടില്ല? ഡിസ്ക് ബ്രേക്കിന്റെ കംപ്ലൈന്റുകൾ അങ്ങനൊന്നും വന്നിട്ടില്ല? ജാമാവുന്ന യാതൊന്നും വന്നിട്ടില്ല? ഡീസൽ ഓഫർ ചെയ്യുന്നത് ഇപ്പൊ ഫോർഡും ഇതും. പിന്നെ ഇതുണ്ട് ഡീസൽ ഉള്ളത്. ഇതുണ്ട്, നെക്സോൺ ഉണ്ട്. ഡീസൽ എഞ്ചിനുകൾ വരുന്നത്. ശരിയാണ്. മാഗ്നറ്റ് അങ്ങനത്തെ ഉള്ളതിനകത്തൊന്നും ഒന്നും വരുന്നില്ല. പക്ഷെ ഇതിനകത്ത് വരുന്നുണ്ട്. കിയ സോണറ്റിനകത്തുണ്ടല്ലോ ഡീസൽ. സോണറ്റ് മെനു ബിൽഡ് ക്വാളിറ്റി ഒരുപാടില്ല. അത് ശരിയാണ്. അത് ശരിക്കും സെൽട്ടോസ് വന്നപ്പോഴും അത് ഒരുപാട് കുറഞ്ഞു പോയി ബിൽഡ് ക്വാളിറ്റി. പിന്നീട് എന്തുകൊണ്ട് W8 ഓപ്ഷനിലുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നല്ലോ? ഓപ്ഷൻ എന്നാലും ഉണ്ടായിരുന്നു. 1 ലക്ഷം അടുപ്പിച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. സൺറൂഫ് എനിക്ക് വലിയൊരു ആവശ്യമായിട്ട് തോന്നിയില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. ശരി. പിന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ എടുക്കാൻ വേണ്ടിയുള്ള കാര്യം ഓട്ടോ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ മാത്രമല്ല നമ്മള് പെർഫോമൻസ് നോക്കിയാലും അതും ഒരു കാര്യമാണ്. പെർഫോമൻസ്. പക്ഷെ അല്ലെങ്കിൽ ഈ ടോർക്കും പവറും ഡീസലിനാണ് കൂടുതലും. നമ്മൾ 0 to 100 നോക്കുമ്പോൾ പെട്രോളിനാണ് ശരിക്കും കൂടുതലുള്ളത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഡീസൽ എടുത്തത് ആണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, അല്ലെങ്കിൽ ഡീസൽ എടുത്തുകൊണ്ട് തന്നെ നമ്മളെ ഒരു 1 ലക്ഷം അല്ലെ 1.5 ലക്ഷം 2 ലക്ഷം കിലോമീറ്ററോളം അപ്രോക്സിമേറ്റ്ലി ലോങ് ലാസ്റ്റിംഗ് എപ്പോഴും ഡീസൽ എഞ്ചിന് അല്ലെ പെട്രോൾ
എഞ്ചിനേക്കാളും കൂടുതൽ ഡീസൽ എഞ്ചിൻ ആയിരിക്കും. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ കത്തുമ്പോഴത്തേക്ക് അതിന്റെ സോപ്പ് മാതിരി അതിന്റെ വാഷ് ചെയ്ത് പോകും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂബ്രിക്കന്റ് ഡീസൽ, അന്നത്തേക്ക് തന്നെ ഈ പിസ്റ്റണിന്റെ തേയ്മാനം കുറയും. അതുകൊണ്ട് തന്നെ 1 ലക്ഷം 2 ലക്ഷം കിലോമീറ്റർ നോർമൽ കാറുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. കൂടുതൽ ഓടുന്നവർക്ക് ഡീസൽ റെക്കമെൻഡ് ചെയ്യാനുള്ള കാര്യം മൈലേജ് മാത്രമല്ല, ഈ ഒരു സംഭവങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഡുവൽ സോൺ എ സിയെ കുറിച്ച് എന്തോ പറയാൻ വേണ്ടിയുള്ളത്? എ സി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് തുടക്കത്തിൽ അതൊക്കെ ഒരു ഫീച്ചർ ആയിട്ടുണ്ടെങ്കിലും നോർമലിൽ നമ്മളത് യൂസ് ചെയ്തിട്ടില്ലല്ലേ? ഓക്കെ, ശരി ശരി. പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പുതിയ പഞ്ചിനകത്തൊക്കെ 7 അല്ല ക്രാഷ് ടെസ്റ്റിൽ റേറ്റിംഗ് കൂടിയെങ്കിലും അതിനൊന്നും 7 എയർ ബാഗുകളില്ല. അത് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. W8 ഓപ്ഷനിൽ വരുമ്പോഴത്തേക്ക് ഒരിക്കലും 2 എയർ ബാഗുകളുടെ അല്ല 7 എയർ ബാഗുകളുടെ സേഫ്റ്റി ഒരിക്കലും 2 എയർ ബാഗുകളുടെ വണ്ടിക്ക് തരാൻ പറ്റില്ല. അതൊരു ഇതിന്റെ ഒരു ഫീച്ചർ ആയിരുന്നു. ഞാൻ രണ്ടെണ്ണേ വരുന്നുള്ളൂ. അത് ശരിയാണ്. ഓക്കെ ഓക്കെ. പിന്നീട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് എന്താ പറയുന്നുണ്ട്? മ്യൂസിക് ഇതിന്റെ സിസ്റ്റം സൗണ്ട് ക്വാളിറ്റി മറ്റ് മോഡലുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണല്ലേ? ഓക്കെ. അതിനകത്ത് വല്ല സ്പീക്കറും എല്ലാം മാറ്റിയോ? സ്പീക്കർ മാറ്റി വെച്ചാൽ മതി. ചെയ്തിട്ടില്ല. അത്യാവശ്യം നമുക്ക് കേൾക്കാനുള്ള ഓക്കെ ഓക്കെ. അന്നേരം പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്താ മ്യൂസിക്കിന് അത്രയാണെന്നുണ്ടെങ്കിൽ ആണ് ശരി മാറ്റേണ്ടി വരും. ഓക്കെ ഓക്കെ. അത് ശരിയാണ്. പിന്നെ അളിയ ഈ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുള്ള എത്ര കിലോമീറ്റർ അവിടുന്ന് വരുമ്പോഴത്തേക്ക് കിലോമീറ്റർ നോക്കിയിട്ടുണ്ടോ? മാക്സിമം ഓടിയിട്ടുള്ളത് 560 കിലോമീറ്റർ കണ്ടിന്യൂസ്. എന്നിട്ട് യാതൊരു ക്ഷീണമൊന്നും ഇല്ലായിരുന്നു? പാസഞ്ചറും എല്ലാം ഉണ്ടായിരുന്നു കൂടെ? അവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ ഓക്കെ ശരി. പിന്നീട് പോരായ്മയായിട്ട് പറയാനുള്ളത് ബൂട്ട് സ്പേസ് ആണ്, കുറവാണ്. ഈ സെഗ്മെന്റിൽ മറ്റു വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബൂട്ട് സ്പേസ് കുറവാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലേ, സബ് 4 XUVയുടെ നീളം എന്ന് പറഞ്ഞാൽ എപ്പോഴും 4 മീറ്റർ താഴെയായിരിക്കും. പക്ഷെ ഈ 4 മീറ്റർ താഴത്തിനകത്ത് ഈ ലെഗ് സ്പേസ് ഇത്രയും വന്നത് കൊണ്ട് ബൂട്ട് സ്പേസ് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മൾ ഈ ബൂട്ട് സ്പേസ് യൂസ് ചെയ്യുന്നുള്ളൂ. തന്നെ എക്കോസ്പോർട്ട് തന്നെ ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്ര വിശാലമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ആണ് സത്യം. അത് ഞാൻ വന്ന് ഇരുന്നപ്പം തന്നെ വിചാരിച്ചു, നല്ല വീതി, നല്ല എന്താ ഇഷ്ടം പോലെ ലെഗ് സ്പേസ്. അത് അന്നേരം നമ്മള് ഈ 4 മീറ്ററിനകത്ത് ഇവിടെ ബൂട്ട് സ്പേസ് കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് കൂടിയല്ല, വേറെ ഒരു സ്പേസ് ഇവിടെ നിർത്തിക്കാനാ. പിന്നെ ഇത്ര വീതി ഉള്ളത് അത് ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? പിന്നീട് പറയാൻ വേണ്ടിയുള്ളത് എന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒക്കെ ഉണ്ട്. ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒക്കെ നല്ല ഇതാണ്, ഒരു പ്രശ്നമില്ല, കറക്റ്റ് നിൽക്കും. ആണ്. ടോപ്പ് സ്പീഡ് എത്ര പോയിട്ടുണ്ട്? ടോപ്പ് സ്പീഡ് 120 കൂടുതൽ അങ്ങനെ പോയിട്ടില്ല. 125 വരെ ചിലപ്പോൾ. വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു? സ്റ്റെബിലിറ്റി കുഴപ്പമില്ല, നിൽക്കും, വണ്ടി നിൽക്കും. ആണ്. പിന്നെ ഇതിന്റെ വളവുകളുള്ള റോഡാണെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് വരും. ആണല്ലേ? പിന്നെ ഈ സ്റ്റിയറിംഗ് മോഡ് ശരിക്കും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? സ്റ്റിയറിംഗ് മോഡ് ആക്ച്വലി അത് ചില സമയത്ത് ഉപയോഗിക്കാറുണ്ട്. ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ സ്പോർട്സ് മോഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് എഫക്റ്റീവ് ആണ്. അത് എഫക്റ്റീവ് ആണ്. ഞാൻ വിചാരിച്ച് പലരും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ ചോദിച്ചതേ ഉള്ളൂ. ഡെയിലി യൂസിന് ഇല്ല. പിന്നെ ഇതിന്റെ സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാ വന്നിട്ടുള്ളതായിട്ടുള്ള? സർവീസ് കോസ്റ്റ് എനിക്കിപ്പം 2500 ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് അപ്രോക്സിമേറ്റ് എല്ലാം ഫ്രീ ഒക്കെ തന്നെയായിരുന്നു. എന്നാലും ഒരു 2000 ഇഷ്ടം എന്തോ ഒരു ബില്ല് വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 10,000 ഒരു ഞാൻ എന്തോ വേറെ എന്തൊക്കെയോ ചെയ്തായിരുന്നു. പോളിഷ്, എനിക്ക് തോന്നുന്നു പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോഴും ഒരു 5000 ഇഷ്ടം എന്തോ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചെയ്തതാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയുള്ളത്. അത് 5700 ഇഷ്ടമാണ് പെയ്ഡ് സർവീസ്. 5700 സംതിങ്. എത്ര കിലോമീറ്ററിലാണ് ചെയ്തിട്ടുള്ളത്? 30,000. ശരി. ഇത് വണ്ടി മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? ഇത് മാനുവലാണ്. എന്തുകൊണ്ട് മാനുവൽ? എന്തുകൊണ്ട് ഓട്ടോമാറ്റിക്കോട്ട് പോയില്ല? അത് രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം മാനുവൽ ആണ്. ശരിക്കും നമ്മള് ആ ഗിയർ മാറി ഓടിച്ചൊരു ശീലം ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കിട്ടില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ നേരത്തെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ കുറച്ച് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാനും നോക്കുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. പിന്നെ മൈലേജും നമ്മുടെ മുന്നത്തേക്ക് വണ്ടികളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത്തിരി കൂടെ കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ല. വലിയ വ്യത്യാസം വരുന്നില്ല എന്നാലും. പിന്നെ ഇത് ഇതിനകത്ത് AMD ട്രാൻസ്മിഷൻ വരുന്നതുകൊണ്ട് ജെർക്ക് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഉള്ള AMD ട്രാൻസ്മിഷനിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ്.
എന്നാലും ആ ഒരു ജെർക്ക് അത് ഞാൻ ഉപയോഗിച്ചിരുന്നപ്പോ എനിക്കത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു തള്ളല്, അതാ ജെർക്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓരോ ഗിയർ മാറുമ്പോഴും ചെറുതായിട്ട് മുമ്പിലോട്ട് നമ്മളായി ഈ മാനുവലായിട്ട് മാറുന്ന അതേ ഫീൽ തന്നെ അതിനകത്തും കിട്ടും. ഇപ്പം നമ്മുടെ വണ്ടിക്കകത്തൊക്കെ ആണെങ്കിൽ CVT-ക്ക് അതൊന്നും ഇത് അറിയത്തൂരില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇത്രയും കൂടിയൊരു വണ്ടിക്കകത്ത് അതൊരു പോരായ്മയായിപ്പോയി. അല്ലെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ സാധാരണ വണ്ടികളെല്ലാം എടുത്തതിന് ശേഷം ഫീച്ചേഴ്സ് ഇങ്ങനെ കൂടിയാ വരുന്നത്. അല്ല അത് ശരിക്കും നെക്സോണിനൊക്കെ ആണെങ്കിൽ ഫീച്ചേഴ്സ് കൂടി വരുന്നു. പക്ഷെ XUV-ക്ക് മാത്രം റേറ്റ് കൂടുന്നു, ഫീച്ചേഴ്സ് കുറയുന്നു. ഉദാഹരണം ഹീറ്റഡ് IRVM ORVM ഒരിടത്ത് കളഞ്ഞു, അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് കുറഞ്ഞു വരുന്നു. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അത് ശരിക്കും പറഞ്ഞാല് ഒരു വാല്യൂ ഫോർ മണിയാണ്. ഈ ഒരു പ്രൈസിന് വാല്യൂ ഫോർ മണി തന്നെയാണ് വണ്ടി. അപ്പോ അവർക്ക് കമ്പനിക്ക് എന്തായാലും അത് നെക്സോണിന്റെ ആ ഒരു ലെവലൊക്കെ നോക്കിക്കഴിഞ്ഞാലും കുറച്ചുകൂടെ പ്രൈസ് കൂടി നിൽക്കുന്നതായിട്ട് എനിക്ക് അല്ല, അതൊരു കാര്യമുണ്ട്. ശരിക്കും ഇത് നെക്സോണിനൊക്കെ ഒരു സെഗ്മെന്റ്, ഇതിന്റെ ശരിക്കും കോമ്പറ്റീറ്റർ സെൽട്ടോസും ക്രെറ്റയാണ്. ഇത് അവരുടെ നമ്മളുടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ സബ്ഫോർമീറ്റർ XUV ആക്കിയതിന്റെ ഒരു പേരിലാണ് ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. ശരിക്കും ഇതിന്റെ കോമ്പറ്റീറ്റർ മറ്റേത് രണ്ടുമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ മാത്രമല്ല ടിവോലിന്ന് XUV-ലോട്ട് വന്നപ്പോഴത്തേക്കും അവര് ഒരുപാട് ശരിക്കും നമ്മളെ ഈ 700 ഉള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഇതിനകത്ത് ടിവോലിക്കകത്തുണ്ട്. അത് ഒരുപാട് ഫീച്ചേഴ്സ് അവർ കളഞ്ഞിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടി വന്നപ്പോ അങ്ങനെ ഒരു സംഭവം, സേഫ്റ്റി കൂടി പക്ഷെ ഒരുപാട് ഫീച്ചേഴ്സ് അവര് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അന്നേരം ആളിയൻ ഈ വണ്ടിയുടെ കാര്യത്തില് 100% ഹാപ്പിയാണ് അല്ലേ? ഇനിയിപ്പം വേറെ ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ റെഡിയാണ് അല്ലേ? ഇതുവരെ എനിക്ക് യാതൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇപ്പൊ 35,000 കിലോമീറ്റർ ഒരു കൊല്ലത്തിലുള്ള. വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ പാർട്സിന്റെ ഒക്കെ വില മറ്റു കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ റേറ്റാണ്. ശരി. ഇൻ കേസ് എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മറ്റ് വണ്ടികൾക്കാവുന്ന അത്ര ഒരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങത്തില്ല. ഓക്കെ, ഇത് ഓൺ റോഡ് പ്രൈസ് എത്ര ആയിട്ടുണ്ടായിരുന്നു? ഓൺ റോഡ് എനിക്ക് 12,70 ആയിരുന്നു ആ ടൈമിലുള്ള. ഓക്കെ, പിന്നെ എക്സ്ട്രാ ആക്സസറീസ് എല്ലാം കൂടെ എല്ലാം അതൊരു 25 രൂപയോളം വന്നിട്ടുണ്ട്. ശരി. അതിനകത്ത് എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? ക്രോമിന്റെ സൈഡിലെ ക്രോമിന്റെ ഇത് ഈ സംഭവം ഉണ്ട്. ബാക്കിലെ ഫ്രണ്ടിലും ഓരോ സ്കിഡ് പ്ലേറ്റ്. ശരി. ഓക്കെ, അത്ര സംഭവങ്ങൾ. ഓക്കെ, അന്നേരം ഇത്തരം കാര്യങ്ങളൊക്കെയാണുള്ളത്. അന്നേരം ഹാപ്പിയാണ്. ഓക്കെ, ഇങ്ങനത്തുള്ള വീഡിയോകൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ കിട്ടുന്നൊരു മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷെയർ, ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രമാണ്. അന്നേരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.